ആർമി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹിതരായ വീട്ടമ്മമാരെ പരിചയപ്പെട്ട് തട്ടിപ്പ് നടത്തിയ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആർമി എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ആർമി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശി നൌഫലാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്ന സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുക്കുന്ന തിരുവനന്തപുരം പോത്തൻകോട് അണ്ടൂർക്കോണം സ്വദേശിയായ നൌഫൽ എന്ന് വിളിക്കുന്ന മിഥുൻ ഷായെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന വിവാഹിതയായ സ്ത്രീയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം നടിച്ച് 3,80,000 രൂപയും 4 പവൻ സ്വർണവും തട്ടിയെടുത്ത കേസിലാണ് മിഥുൻ ഷായെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1.5 വർഷം മുമ്പ് അഞ്ചലിൽ വിവാഹിതയായ മറ്റൊരു സ്ത്രീയെയും സൗഹൃദം നടിച്ച് 1 മാസത്തോളം നാടുവിട്ട് ഒപ്പം താമസിച്ച് പണവും സ്വർണവും തട്ടിയെടുത്ത കേസിലും മിഥുൻ ഷാ പ്രതിയായിരുന്നു. വിവാഹിതരായ നിരവധി സ്ത്രീകളെ മിഥുൻ ഷാ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. കുടുംബ ബന്ധം തകരുമെന്ന കാരണത്താലാണ് പല സ്ത്രീകളും പരാതിയുമായി രംഗത്ത് വരാത്തതെന്ന് പോലീസ് പറഞ്ഞു. വഴി ആദ്യം സ്ത്രീകളെ പരിചയപ്പെടുക. സ്ത്രീകളെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവരോ അല്ലാത്തവരെയൊക്കെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുക. അവർക്കുള്ള പൈസ അല്ലെങ്കിൽ ATM കാർഡ്, സ്വർണം ഇങ്ങനെയുള്ള സാധനങ്ങൾ തട്ടിയെടുക്കുക. തിരിച്ച് ചോദിക്കുമ്പോൾ ഭീഷണി മറ്റേ മോർഫ് ചെയ്ത് ഇതിനകത്ത് ഇൻസ്റ്റഗ്രാം വഴി മോശമായി ചിത്രീകരിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ മേടിക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇനിയിപ്പം കസ്റ്റഡി മേടിച്ച് അന്വേഷണത്തിൽ ഇപ്പം ഇവൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതുപോലെ ചീറ്റ് ചെയ്തതായിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കേസുകൾ കൂടുതൽ വരും. അല്ലാതെ വേറെ നേരത്തെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസുണ്ട്. ഇത് മുതലെടുത്താണ് കൂടുതൽ സ്ത്രീകൾക്ക് നേരെയും തട്ടിപ്പ് നടത്തി വന്നത്. ഭാര്യയും 3 കുട്ടികളുമുള്ള മിഥുൻ ഷാ ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വീട്ടിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി കൂടിയാണ്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒരു വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തുവെന്നറിഞ്ഞ മിഥുൻ ഷാ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് അഞ്ചൽ CI ഹരീഷ്, SI പ്രജീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു, വിഷ്ണു എന്നിവർ നടത്തിയ ശക്തമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.